ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും തന്നെ സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ രാവിലത്തെ കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, രാവിലത്തെ ക്ലീനിങ് ഒക്കെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലത്തെ കുറച്ച് നമ്മുടെ കുളിയും കാര്യങ്ങളും കോലോടലും വിളക്ക് വെക്കലും എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഷൂട്ട് ചെയ്യാൻ നിന്നത്. നമ്മുടെ മുറ്റോടിക്കലും കോലോടലും എല്ലാം കഴിഞ്ഞിട്ട് ഒരു 6:30 6:45 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ രാവിലത്തെ ചായ ഓടിക്കലും രാവിലത്തെ ക്ലീനിങ്ങും ഒരുവിധമൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞാനൊക്കെ ഒന്ന് റെഡി ആയിട്ട് പിന്നെ കിച്ചണിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് സ്കൂളില്ലാത്ത ദിവസം തന്നെയായിരുന്നു, സാറ്റർഡേ എടുത്ത വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരായിട്ടൊക്കെ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ നേരം കൊണ്ട് എൻ്റെ രാവിലത്തെ കുറച്ച് റൊട്ടീൻസൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുക്കിങ്ങിലോട്ടൊക്കെ കിടക്കും. പിന്നെ അതിന് മുമ്പായിട്ട് ഞാൻ വാഷിംഗ് മെഷീനിൽ അലക്കാനുള്ള തുണികളൊക്കെ ഇട്ട് വെക്കും. അലക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യില്ല കേട്ടോ, വാഷിംഗ് മെഷീൻ ഓൺ ആക്കില്ല. പക്ഷേ അലക്കാനുള്ളതൊക്കെ ഞാൻ എടുത്തിട്ടൊന്ന് ഇട്ട് വെക്കും. പിന്നെ ഇവരുടെയൊക്കെ കുളി കഴിഞ്ഞിട്ടായിരിക്കും ബാക്കിയുള്ള തുണികളൊക്കെ കിട്ടുക. അപ്പോൾ ഞാൻ കുറച്ച് നേരം അത് കുറച്ചൊന്ന് സോക്കാവാൻ വേണ്ടിയിട്ട് ഇട്ടിട്ട് കുറച്ച് നേരം ഓഫ് ചെയ്ത് വെക്കും കേട്ടോ. പിന്നെ ബാക്കിയുള്ള തുണികളൊക്കെ കൂടി ഇട്ടിട്ടാണ് പിന്നെ ഞാൻ വാഷ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പിന്നെ ഇന്ന് രാവിലെ പുട്ടും കടലക്കറി ഉണ്ടാക്കാമെന്നാട്ടോ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ രാത്രി കഴുകി വെച്ച പാത്രങ്ങളൊക്കെ കുറച്ച് ഒരുപാടുണ്ട്. അപ്പോൾ പുട്ടിന് കടലൊക്കെ വേവിക്കാൻ ഇട്ടിട്ട് ഞാൻ പിന്നെ ആ പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കാനായിട്ട് നിന്നു. അപ്പോൾ കടല വേവുന്ന സമയം കൊണ്ട് തന്നെ എൻ്റെ പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കലും അതുപോലെ കടലക്കറിക്കുള്ള സവാളയും തക്കാളിയൊക്കെ അരിഞ്ഞ് വെക്കലും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നാക്കണമല്ലോ. അപ്പോൾ കടല വേവണ സമയം കൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള പണികളൊക്കെ ഒന്ന് ആ ടൈമിൽ തന്നെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും സമയം വേസ്റ്റായി പോവുള്ളൂ. അപ്പോൾ ഞാൻ കടല വേവിക്കാൻ ഇട്ടിട്ട് ഞാൻ വേഗം തന്നെ പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കുക. അതുപോലെ തന്നെ ബാക്കി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ സവാള അതുപോലെ അരിഞ്ഞ് വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ചെയ്യുക. രാവിലെ അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ സ്കൂളുണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ ചെയ്യാനാണ് കേട്ടോ ശ്രദ്ധിക്കണം. എന്നാലാണ് എനിക്ക് കുറച്ച് സമയം പകൽ കിട്ടുന്നതായിട്ട് തോന്നാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുവിധം പണികളൊക്കെ പിള്ളേരെ എണീക്കുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ ചെയ്ത് തീർക്കുകയാണെങ്കിൽ പിന്നെ ഇവരൊക്കെ സ്കൂളിലോട്ട് പോയി കഴിയുമ്പോൾ എനിക്ക് കുറച്ച് എൻ്റേതായ കാര്യങ്ങളൊക്കെ സമയം കണ്ടെത്താനും ഒക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവുമല്ലോ. നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് റിലാക്സ് ആയിട്ട് ചെയ്യാൻ പറ്റും. അല്ലാതെ പണിയും കഴിഞ്ഞിട്ടില്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യും വേണമെന്ന് വെച്ചാൽ ഒന്നും നടക്കത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം പണികളൊക്കെ തീർക്കാനാണ്. ഇപ്പം നമുക്ക് ചൂടും തുടങ്ങിയിട്ടുണ്ട്, മഴയുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ആ കിച്ചണിൽ നല്ല ചൂടാണ് കേട്ടോ. ഒരു മഴയും കുറച്ച് വെയിലൊക്കെ ആയതുകൊണ്ട് തന്നെ കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് നല്ല മഴ സമയത്ത് നമുക്കിങ്ങനെ എത്ര പണിയെടുത്താലും നമുക്ക് അത്രയ്ക്ക് ക്ഷീണം അറിയത്തില്ല, നമ്മൾ കുറച്ച് തണുപ്പ് തോന്നേ ഉള്ളൂ. പക്ഷേ ചൂടുള്ള സമയത്ത് നമുക്ക് ഒരുപാട് നേരം കിച്ചണിൽ നിൽക്കുമ്പോൾ നമുക്ക് പണി ചെയ്യുമ്പോൾ തന്നെ ഒരു ഇറിറ്റേഷനായിരിക്കും. അതുപോലെ തന്നെ പിള്ളേർ എന്തെങ്കിലും ചോദിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് ഞാൻ രാവിലെ തന്നെ എൻ്റെ പണികൾ തീർത്ത് വെക്കുകയാണെങ്കിൽ പിന്നെ കുട്ടികൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പണികളും ഉണ്ടാവില്ല, നമുക്ക് കുറച്ച് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എല്ലാവരും കുറച്ച് ഒരുവിധം നമ്മളെ കൊണ്ട് പറ്റുന്ന ജോലികളൊക്കെ ചെയ്തിട്ട് നമ്മൾ ഫ്രഷ് ആയിട്ട് ഇരിക്കുകയാണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ഒരുവിധം പണികളൊക്കെ നമുക്ക് റിലാക്സ് ആയിട്ട് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കടല വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി എടുക്കുകയാണ് കടലക്കറിക്കായിട്ട്. അപ്പോൾ കടലക്കറി വെക്കാനായിട്ട് ഞാൻ എപ്പോഴും സവാളൊക്കെ അരിഞ്ഞ് നന്നായിട്ട് മല്ലിപ്പൊടിയൊക്കെ വറുത്തിട്ടാണ് കേട്ടോ കടലക്കറി വെക്കാറ്. ചിലപ്പോൾ ചെറിയുള്ളി മാത്രം ഇട്ടിട്ടും വെക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ സവാളയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ കടലക്കറി വെക്കുന്നത്. കുറച്ച് അധികം വെക്കുന്നുണ്ട്. രാത്രിത്തേക്കും കൂടി ആപ്പത്തിനുള്ള മാവ് രാവിലെ തന്നെ അരയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കടലക്കറി ചേർത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് വൈകിട്ടത്തേനും കൂടി ആയി. അപ്പോൾ വൈകിട്ട് നമുക്ക് ഒരുപാട് പണികളൊന്നും ഉണ്ടാവില്ല. നമുക്ക് കഴിക്കണം സമയത്ത് അപ്പം ചുടേണ്ട പണി മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ച് ചേർത്ത് ചെയ്യണം കേട്ടോ വെക്കണത്. അപ്പോൾ അത് സവാളയൊക്കെ ഒരു പാത്രം വെച്ചിട്ട് എണ്ണ വെച്ച് സവാളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം പട്ട ഗ്രാമ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലോട്ട് മല്ലി മുളക് മഞ്ഞൾപ്പൊടി ഗരം മസാല ഒക്കെ ഇട്ടിട്ട് 2 തക്കാളിയും കൂടി അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് അതിൻ്റെ പച്ചമണം കൂടി പോകണ സമയത്ത് നമുക്ക് വെള്ളം ഒഴിച്ച് കുറച്ച് തക്കാളി സവാളയൊക്കെ വെന്തതിന് ശേഷം തേങ്ങയിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് പട്ടാഗ്രാം കുറച്ച് കടല അതിൽ നിന്ന് തന്നെ എടുത്തിട്ട് വേവിച്ച കടലേനെ എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ അരച്ച് ചേർക്കുകയാണെങ്കിൽ കുറച്ച് കറിക്ക് നല്ല തിക്നെസ്സൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് കടലക്കറി വെക്കാറ്. ചെറിയുള്ളി ചേർത്ത് വെക്കുകയാണെങ്കിലും സവാളയ്ക്ക് പകരം ചെറിയുള്ളി നമ്മൾ മസാലയുടെ ഒപ്പം തന്നെ വഴറ്റിയിട്ട് അരച്ച് ചേർക്കുകയാണ് കേട്ടോ. അങ്ങനെ 2 രീതിയിലും കടലക്കറി ഞാൻ വെക്കാറുണ്ട്. ഇപ്പോൾ കടലക്കറിക്കുള്ള മസാല ഒക്കെ ഇട്ട് വഴറ്റിയിട്ട് ഞാൻ വെള്ളം ഒഴിച്ചത് തിളയ്ക്കാൻ വെക്കും. പിന്നെ ഇനി പുട്ടിനുള്ള പുട്ടുപൊടിയൊക്കെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ പുട്ടുപൊടി ഞാൻ കുഴക്കാറ് എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഞാൻ പുട്ടുപൊടി ഇട്ടിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് മാറ്റി വയ്ക്കാനാണ് കേട്ടോ. ചെറിയ ഉപ്പിട്ടിട്ട് ആദ്യം ഞാനൊന്ന് മാവ് മാത്രം ഒന്ന് ഇങ്ങനെ ആക്കിയെടുക്കും. പിന്നെ അതിലോട്ട് നമുക്ക് സെയിം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് മാറ്റി വയ്ക്കും. അല്ലാതെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നനച്ച് കൊടുക്കാറില്ല. ഇപ്പോഴത്തെ പുട്ടുപൊടിയൊക്കെ അങ്ങനെയാണല്ലോ, നമുക്ക് ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്ന രീതിയാണല്ലോ പുട്ടുപൊടിയൊക്കെ. അതുകൊണ്ട് തന്നെ പുട്ട് കുറച്ച്
കുറച്ച് കുറച്ചായിട്ട് വെള്ളം തെളിച്ച് പിന്നെ നമ്മൾ കറക്റ്റാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പുട്ടുപൊടിക്ക് കുഴച്ചിട്ട് മാറ്റി വയ്ക്കണം. പിന്നെ അപ്പോഴേക്കും ഓരോരുത്തരായിട്ടൊക്കെ എഴുന്നേറ്റിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കടലക്കറിയൊക്കെ ചെറിയ അടുപ്പിലോട്ട് മാറ്റിയിട്ട് അവർക്കുള്ള കാപ്പിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. കാപ്പിയൊക്കെ ഞാൻ കുറേ പ്രാവശ്യം വെക്കേണ്ടി വരും. എന്താ വെച്ചാൽ എല്ലാവരും ചൂടോടെ കുടിക്കുള്ളൂ. ഓരോരുത്തരും ഓരോന്ന് കുടിക്കണത് കൊണ്ട് തന്നെ ഞാൻ ഓരോരുത്തരും എഴുന്നേറ്റ് വരുമ്പോൾ അവരവർക്കുള്ള കാപ്പിയാണ് കേട്ടോ വെച്ച് കൊടുക്കാറ്. ഇപ്പോൾ ഏട്ടനാണ് എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏട്ടനുള്ള കാപ്പിയാണ് വെച്ച് കൊടുക്കണേ. ഞാൻ കടലക്കറി സൈഡിലോട്ട് മാറ്റി അവിടെ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ പുട്ടിനുള്ള പുട്ടുപൊടിയും അതുപോലെ വെള്ളം ഒഴിച്ച് ചേർത്ത് മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കടലക്കറിയൊക്കെ ആവണ സമയം കൊണ്ട് നന്നായിട്ട് അത് സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. പുട്ട് കുറച്ച് നേരം മുമ്പ് തന്നെ നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് മാറ്റി എടുത്ത് വയ്ക്കുമ്പോൾ നമ്മൾ പുട്ടുണ്ടാക്കുന്ന സമയത്ത് എടുത്തിട്ട് ഉലർത്തി എടുത്താൽ മാത്രം മതി. നമ്മൾ ചുടുവെള്ളം ഒഴിക്കണം എന്നൊന്നുമില്ല. സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ കടലക്കറിയൊക്കെ ആവണുണ്ട് ഒരു ഭാഗത്ത്. പിന്നെ ഞാൻ പുട്ടുപൊടിയൊക്കെ കുറച്ച് നേരം ആയല്ലോ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പുട്ട് വെക്കാനായിട്ട് ഇഡ്ഡലി പാത്രത്തിലാണ് കേട്ടോ പുട്ട് വേവിക്കണത്. അപ്പോൾ പുട്ടുകുറ്റിയിലാണെങ്കിലും നമ്മളിങ്ങനെ ചെറിയ പാത്രത്തിലാണെങ്കിലും ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ വെച്ചെടുക്കണമല്ലോ. പിന്നെ ഇവിടെ തേങ്ങ ചേർക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ആർക്കും ഇങ്ങനെ പുട്ടിൽ തേങ്ങ ചേർക്കണത് ഇവിടെ ആർക്കും ഇഷ്ടമല്ല. എനിക്ക് മാത്രം ഇങ്ങനെ പുട്ടിൽ തേങ്ങ ചേർത്ത് കഴിക്കണത് ഇഷ്ടമുള്ളൂ. പിന്നെ ഇവർക്ക് ആർക്കും വേണ്ടാത്തതുകൊണ്ട് പിന്നെ ഞാൻ എനിക്കായിട്ട് തേങ്ങ ഇടണ്ടേന്ന് വിചാരിച്ചിട്ട് തേങ്ങ ഇടാറുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുട്ടുപൊടിയൊക്കെ ഇങ്ങനെ ഇപ്പോൾ സോഫ്റ്റായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മാറ്റി വെക്കണോണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും പുട്ട്. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു എളുപ്പപ്പണിക്ക് ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കയ്യിലില്ല നമ്മൾ തവി ഇങ്ങനെ കുറച്ച് വലുതായിട്ടുള്ളത് എടുത്തിട്ട് നമ്മളിങ്ങനെ ഇഡ്ഡലി തട്ടിൽ ഇങ്ങനെ പുട്ടുപൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിങ്ങനെ തട്ടി കൊടുക്കാം. അപ്പോൾ നമുക്കിങ്ങനെ ഒരേ സമയം തന്നെ നമുക്ക് ഇവിടെ എല്ലാവർക്കും ഉള്ള പുട്ട് ഒരേ സമയം തന്നെ റെഡി. നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കണം എന്ന് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ ചേർത്ത് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. ഇതിപ്പോൾ ഇവിടെ ആർക്കും തേങ്ങ ചേർക്കണത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ കേട്ടോ പുട്ട് അധികം ഉണ്ടാക്കാറ്. ചിലപ്പോഴൊക്കെ എന്തെങ്കിലും ഞാനിങ്ങനെ പുട്ടുകുറ്റിയിലും അതുപോലെ ചെറിയ നമ്മൾ കുക്കറിൻ്റെ മേലെ വെച്ചെടുക്കുമല്ലോ അങ്ങനത്തെ പുട്ടിൻ്റെ പാത്രത്തിലൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കാൻ. നമ്മൾ നല്ലോണം ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ചൂടായതിന് ശേഷം നമ്മളിങ്ങനെ പുട്ട് ഇങ്ങനെ ആക്കിയതും കൂടി വെച്ച് ഒരു 5-6 മിനിറ്റ് ആകുമ്പോഴത്തേക്കും തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് കിട്ടും കേട്ടോ. അപ്പോൾ പുട്ടൊക്കെ വേവിക്കാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം വെച്ചിട്ടില്ല, വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് ഇഡ്ഡലി പാത്രത്തിൽ. ആ വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് ഞാൻ അപ്പമുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുത്ത് മാറ്റി വെക്കണം കേട്ടോ. എത്ര പാത്രം കഴുകിയാലും രാത്രിയായാലും ഉച്ചയ്ക്കായാലും രാവിലെ ആയാലും ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴുകിയാലും നമ്മൾ കഴിക്കലൊക്കെ കഴിയുമ്പോഴേക്കും ഒരുവിധം പാത്രങ്ങളൊക്കെ എന്തായാലും സിങ്ക് നിറയും. അതിപ്പോൾ എങ്ങനെ ആവണമെന്ന് അറിയണില്ല. എല്ലാവരുടെ വീട്ടിൽ അങ്ങനെയൊക്കെ ആണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് തോന്നുന്നു എനിക്ക് മാത്രമാണ് ഇത്രയും പാത്രങ്ങൾ കഴുകാനുണ്ടാവുകയെന്ന്. ഞാൻ പറയാൻ എപ്പോഴും ഓരോ സമയത്തും എന്തെങ്കിലും ഇങ്ങനെ കുക്കിങ് വേവിക്കാനുള്ള സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും സമയം എടുക്കുമല്ലോ നമുക്കിങ്ങനെ കറി ഉപ്പേരിയൊക്കെ എന്തെങ്കിലും ആവണ സമയത്ത് അല്ലെങ്കിൽ ഒരു കുറച്ച് നേരം ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഞാൻ അപ്പം തന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ വെറുതെ ഒന്ന് കഴുകി വെക്കേണ്ട പാത്രങ്ങളൊക്കെ അപ്പം തന്നെ കഴുകി വെക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ കൂടി നമ്മുടെ കുക്കിങ്ങും നമ്മുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിയുമ്പോഴത്തേനും ഒരുപാട് പാത്രങ്ങൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. എത്രയൊക്കെ ശ്രദ്ധിച്ചാലും പാത്രം മാത്രം എങ്ങനെ ഞാൻ ശ്രദ്ധിച്ചാലും ബാക്കിയുള്ള പണികളൊക്കെ ഞാൻ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാറുണ്ട്. വീണ്ടും ചെയ്യാതിരിക്കാനുള്ള പണികളൊക്കെ ചെയ്ത് സൂത്രപ്പണിയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ പാത്രം കഴുകണ പണിക്ക് അങ്ങനെ ഒരു സൂത്രപ്പണി നടക്കണില്ല കേട്ടോ. എങ്ങനെയൊക്കെ നോക്കിയാലും നിറയെ പാത്രങ്ങൾ സിങ്കിൽ കൂടെ തന്നെ ചെയ്യും. ഞാൻ പറയും ഇവിടുത്തെ അക്ഷയപാത്രമാണ് സിങ്ക് എന്ന്. എത്ര വൃത്തിയാക്കി നമ്മൾ സിങ്കൊക്കെ ക്ലീൻ ചെയ്തിട്ടിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഒരു ഗ്ലാസ്സെങ്കിലും അതിലോട്ട് ആരെങ്കിലും കൊണ്ടുവന്ന് ഇടാതിരിക്കില്ല. അതുപോലെയാണ് കേട്ടോ സിങ്ക്. ഇവിടുത്തെ സിങ്ക് എല്ലാവരുടെ വീട് എങ്ങനെയാണോ എന്നൊന്ന് പറയണേ. ഇപ്പോൾ നമ്മുടെ കടലക്കറിയൊക്കെ റെഡി ആയിട്ട് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ ഇറക്കണ സമയത്ത് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമുക്ക് കടുക് താളിക്കണമെങ്കിൽ താളിക്കാം, കടുക് താളിക്കാതെ കഴിക്കണമെങ്കിൽ നന്നായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും കടുകൊക്കെ താളിച്ച് കൊടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ പുട്ടൊക്കെ വെന്തിട്ട് കറക്റ്റ് ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കടലക്കറിയൊക്കെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് എടുത്ത് മാറ്റി വെക്കാനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കടലക്കറി ഇരുമ്പിൻ്റെ ചീഞ്ചട്ടിയിൽ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഇരുമ്പിൻ്റെ ഒരു ചൊയ നമ്മൾ ഏത് ഫുഡാണെങ്കിലും ഇരുമ്പിൻ്റെ പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ അത് വരാറുണ്ട് കേട്ടോ. ഇപ്പോൾ അത് എന്തുകൊണ്ടാണ് വരണേന്ന് അറിയില്ല. ഞാൻ കുറേ പ്രാവശ്യം മയക്കിയൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ട്. കഞ്ഞിറ വെള്ളം ഒഴിച്ചിട്ടും അതുപോലെ നല്ലെണ്ണയും സവാളയൊക്കെ ഇട്ട് വഴറ്റിയെടുക്കുന്നൊക്കെ ഉണ്ട്. അതല്ലാതെ എന്തെങ്കിലും ടിപ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് പറയണേ. നമ്മളിപ്പോൾ ഈ അയൺ കടായൊക്കെ യൂസ് ചെയ്യണത് നമുക്ക് ഹെൽത്തിന് നല്ലതാണെങ്കിലും നമ്മൾ ഫുഡ് കുറച്ച് നേരം അതിലോട്ട് വെക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് നെല്ലിക്ക അച്ചാർ ഈ ചീഞ്ചട്ടിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചീഞ്ചട്ടിയിൽ അപ്പോൾ ആ അയണിൻ്റെ ഞാൻ രാത്രി മൊത്തം അതിൽ തന്നെ വെച്ചു. അത് ഞാൻ ചെയ്തത് പൊട്ടത്തരാന്നാണ് തോന്നണത്. അതിൻ്റെ കളർ അങ്ങനെ ഈ നെല്ലിക്കയിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ നെല്ലിക്ക അച്ചാർ ഇപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടോ ഞാൻ ഇരിക്കണമെങ്കിൽ ഒന്നുകൂടി വേറെ പാത്രത്തിലിട്ടിട്ട് ഒന്നുകൂടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്താൽ ശരിയാവുമോ എന്നറിയില്ല. പക്ഷെ എന്നാലും ആ ഇരുമ്പിൻ്റെ കളർ അതിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് എന്തോ പോലെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഒരു ടേസ്റ്റ്, അയണിൻ്റെ ടേസ്റ്റ് അതിൽ നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഒരു ടിപ്സ് ഇതിൻ്റെ ചോയ നമുക്ക് ഫുഡിൽ വരാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ പുട്ടൊക്കെ ആയിട്ടുണ്ട്. ഞാനിങ്ങനെ ഒരു കരണ്ടി കൊണ്ട് എടുത്തിട്ട് അത് പൊടിഞ്ഞൊന്നും പോവില്ല കേട്ടോ.
നമ്മൾ പുട്ടുകുറ്റിയിൽ ഉണ്ടാക്കുന്ന അതേ പുട്ടിൻ്റെ ടേസ്റ്റ് തന്നെയൊക്കെ തന്നെ ഉണ്ടാവുക. നമുക്ക് തേങ്ങ ചേർക്കണമെങ്കിൽ നമ്മൾ ആദ്യം തേങ്ങ ഇട്ടിട്ട് പിന്നെ നമ്മൾ പുട്ടുപൊടി ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് മേലെ തേങ്ങ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പപ്പണിക്ക് നമുക്ക് ഒരുപാട് പേരൊക്കെ ഉള്ള വീട്ടിൽ നമുക്ക് ഒരുപാട് നേരം പുട്ടൊക്കെ ചുടാനായിട്ട് നമുക്ക് സമയം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെയുള്ള ഒരു എളുപ്പപ്പണി ചെയ്യണമെങ്കിൽ നമുക്ക് ഒരേ സമയം എല്ലാവർക്കും ഉള്ള പുട്ട് ഒരേ സമയത്ത് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പുട്ടൊക്കെ റെഡിയാക്കി കടലക്കറിയൊക്കെ റെഡിയാക്കി ഞാൻ പാത്രത്തിലോട്ട് മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആരും എണീച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ കാസ്ട്രോളിലാക്കിയിട്ട് ഒക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ പിന്നെ ഉച്ചയ്ക്കത്തുള്ള പരിപാടികളൊക്കെ കടന്നു കേട്ടോ. അവരൊക്കെ എഴുന്നേൽക്കുന്ന സമയം കൊണ്ട് തന്നെ എൻ്റെ കറിയും ചോറൊക്കെ ആവുകയാണെങ്കിൽ പിന്നെ കുട്ടികളൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ അവരെ കുളിപ്പിക്കാനും അവർക്ക് ഫുഡ് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് പിന്നെ എന്തായാലും പണികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ചിലപ്പോൾ കഴിക്കും. ഇവരൊക്കെ സ്കൂളില്ലാത്ത ദിവസമാണെങ്കിലും ചിലപ്പോൾ നേരത്തെ കഴിക്കട്ടെ. ഇവരൊക്കെ ചിലപ്പോൾ 10 മണിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ എഴുന്നേൽക്കുക. അല്ലെങ്കിൽ സ്കൂളുള്ള ദിവസങ്ങളിൽ എന്തായാലും അവർക്ക് ഒരു 5:30 5:45 ആവുന്ന സമയത്ത് തന്നെ അവരൊക്കെ എഴുന്നേൽക്കും. പിന്നെ കണ്ണന് 9:30 പോയാൽ മതിയെങ്കിലും കണ്ണൻ 6:30 6:45 ആകുമ്പോൾ എഴുന്നേൽക്കും കേട്ടോ. അവരൊക്കെ നേരത്തെ എണീച്ചിട്ടുള്ള ശീലമായതുകൊണ്ട് അവർക്ക് ഈ ലീവുള്ള ദിവസങ്ങളിൽ അവർ 10 മണിയൊക്കെ ആവും എഴുന്നേൽക്കാൻ. അപ്പോൾ ഞാൻ ആ നേരം കൊണ്ട് എൻ്റെ പണികളൊക്കെ ഒരുവിധം തീർക്കുക. എന്താ വെച്ചാൽ അവരൊക്കെ നീറ്റ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഫുഡ് കൊടുക്കാനും ഇപ്പോൾ ദോശയൊക്കെ ആണെങ്കിൽ ദോശ ചൂടാനൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമയം പിന്നെ 10 മണിയൊക്കെ കഴിയുമ്പോൾ ഒരുപാട് സമയം പോകുമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ അവർ എഴുന്നേൽക്കുമ്പോഴേക്കും എൻ്റെ പണിയൊക്കെ തീർത്ത് വയ്ക്കുകയാണെങ്കിൽ അവർക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവർക്കുള്ള ഫുഡ് കൊടുക്കാനൊക്കെ നമുക്ക് റിലാക്സ് ആയിട്ട് മെല്ലെ ദോശ ഇട്ടൊക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് പിന്നെ ബാക്കി പണിയൊന്നും പിന്നെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉച്ചയ്ക്കത്തുള്ള പണിക്കൊക്കെ പോയിട്ടുണ്ട്. ചോറിനുള്ള അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെറിയ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് പിന്നെ പയറുപ്പേരി കേട്ടോ വെക്കണം. അപ്പോൾ പയറുപ്പേരി വെക്കാനായിട്ട് എണ്ണ ഒഴിച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം കുത്തിക്കാച്ചിയിട്ട് നമുക്ക് പയറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കുറച്ച് ചെറുതായിട്ട് വെള്ളം തെളിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. പിന്നെ ആ നേരം കൊണ്ട് ഞാൻ ഒരു ആപ്പിൾ ജ്യൂസ് കുടിക്കണം കേട്ടോ. എന്താ വെച്ചാൽ ആപ്പിൾ ജ്യൂസൊന്നും കുടിക്കണ ശീലമൊന്നുമില്ല. ഞാൻ ഇങ്ങനെ കന്തഷഷ്ടി വ്രതം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 6 ദിവസം ഫുഡ് കഴിക്കാതെയാണ് എടുക്കണേ. പാല് ഫ്രൂട്ട്സ് അങ്ങനെയുള്ളത് മാത്രമേ ഫുഡ് കഴിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ വ്രതമാണെങ്കിലും ബാക്കിയുള്ളവർക്കൊന്നും ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കും, ഞാൻ മാത്രം കഴിക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് പാത്രം കഴുകാനായിട്ട് നിന്നു. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയതും അതുപോലെ അവർക്ക് കാപ്പ് കുടിച്ച പാത്രങ്ങളും കടലക്കറി ഉണ്ടാക്കിയ പാത്രങ്ങളും പുട്ട് വേവിച്ച പാത്രങ്ങളും അങ്ങനെ നെക്സ്റ്റ് ട്രിപ്പ്. ഇതിപ്പോൾ പാത്രം കഴുകുന്നത് രാവിലത്തെ 2ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ. രാത്രിത്തേക്ക് ഒരു കുന്ന് പാത്രം ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെച്ചു. പിന്നെ 2ാമത്തെ പ്രാവശ്യമാണ് ഈ പാത്രം കഴുകൽ. അങ്ങനെ പാത്രം കഴുകൽ കൂടിക്കൊണ്ടേയിരിക്കും. ഇനിയിപ്പോൾ ഇവരൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇവരൊക്കെ കഴിച്ച പാത്രങ്ങൾ പിന്നെ ഉണ്ടാവും പാത്രം കഴുകാൻ. പിന്നെ കുക്കിംഗ് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കുക്ക് ചെയ്ത പാത്രങ്ങളൊക്കെ നമ്മൾ ചെറിയ പാത്രത്തിലോട്ട് കുക്ക് ചെയ്തൊക്കെ മാറ്റി വയ്ക്കുമല്ലോ, പിന്നെ അതും ഉണ്ടാവും കേട്ടോ പാത്രം കഴുകാൻ. പിന്നെ നമ്മൾ ചോറ് വെച്ച പാത്രം, പിന്നെ അത് ചോറ് മാറ്റിയ പാത്രം, അങ്ങനെ ആയിട്ട് പാത്രങ്ങൾ ഇങ്ങനെ കുന്നു പോലെ വന്നുകൊണ്ടേയിരിക്കും. ഞാൻ കഴുകിക്കൊണ്ടേയിരിക്കും കേട്ടോ. ഞാൻ എന്നിട്ട് വിചാരിക്കും ചിലപ്പോൾ ഒരു നേരമൊക്കെ ഞാനിങ്ങനെ വെയ്യാതെ കിടന്ന കിച്ചണിൽ കൗണ്ടർ ടോപ്പിലും സിങ്കിലൊക്കെ സ്ഥലം ഉണ്ടാവില്ല കേട്ടോ. അത്രയും പാത്രങ്ങൾ ഇങ്ങനെ കൂടിയിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയൊക്കെ ഇത്രയും പാത്രങ്ങളൊക്കെ ഞാൻ ഒരു നേരം കഴുകാതിരിക്കുമ്പോഴേക്കും ഇത്രയൊക്കെ കൂടണേന്നൊക്കെ വിചാരിക്കാറുണ്ട്. പണ്ടൊക്കെ വെച്ചാൽ എല്ലാവരും കുറേ കൂട്ടുകൂടുമ്പോൾ ആയതുകൊണ്ട് നമ്മൾ ഒരാൾ ഫുഡ് കഴിച്ചാലും അവർ കഴുകും, ഇല്ലെങ്കിൽ വേറെ ഒരാൾ എന്തെങ്കിലും പണി ചെയ്യുമ്പോൾ വേറെ ഒരാൾ വേറെ എന്തെങ്കിലും പണി ചെയ്യും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് പണികൾ അറിയില്ല കേട്ടോ. ഒരുപാട് നേരം നമ്മൾ സംസാരിച്ചിരിക്കും. അതുപോലെ ജോലി ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പണികൾ സംസാരിച്ചുകൊണ്ടൊക്കെയാണല്ലോ പണി ചെയ്യുക. പക്ഷേ ഇന്നൊക്കെ ആണെങ്കിൽ നമ്മളെല്ലാവരും ചെറിയ ഫാമിലിയാണ്. അതുകൊണ്ട് ഒറ്റയ്ക്ക് തന്നെ എല്ലാ പണികളും ചെയ്യണം. അപ്പോൾ അങ്ങനെ നമുക്ക് ഇന്നത്തെ പണി ഉള്ളവർക്കാണ് ഒരുപാട് ജോലി എന്നാട്ടോ എനിക്ക് തോന്നുന്നത്. പണ്ട് അമ്മിക്കല്ലിലാണെങ്കിലും ആട്ടുകല്ലിലൊക്കെ അരക്കുകയാണെങ്കിലും അവർക്ക് ഒന്നിച്ചിരുന്ന് ഇങ്ങനെ ചെയ്യും കൊണ്ട് അത്ര തന്നെ ജോലിയുടെ ഭാരം അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നാണ് തോന്നണേ. നമ്മളിപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് കിച്ചണിൽ മെനക്കെടേണ്ട ആവശ്യം ആർക്കും അന്നില്ല. ജോയിൻറ്റ് ഫാമിലിയാണല്ലോ എല്ലാവരുടെയും. പക്ഷേ ഇന്നിപ്പോൾ നമ്മളെല്ലാവരും ചെറിയ ഫാമിലിയാണ്. അതുപോലെ തന്നെ ഓരോ കുട്ടികളും ഓരോ അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമുക്കാണ് കൂടുതൽ പണി എന്നാണ് എനിക്ക് തോന്നുന്നത്. പറയാം, മിക്സി ഉണ്ട്, ഗ്രൈൻഡർ ഉണ്ട്, എന്നിട്ടൊന്നും കാര്യമില്ല. നമുക്ക് ഒട്ടും സമയമില്ലാത്തത് ഇന്നത്തെ ജനറേഷനുള്ളവർക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് പയറുപ്പേരിയും അതുപോലെ തന്നെ മുട്ട മസാലും രസം. ഇന്നലത്തെ സാമ്പാർ കുറച്ചുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സാമ്പാർ ചൂടാക്കി വെച്ചിട്ടുണ്ട്, രസം വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പയറുപ്പേരി. മുട്ട മസാല ഉണ്ടാക്കിയത് എന്താ വെച്ചാൽ ഞാനിങ്ങനെ പറഞ്ഞു പോണതിൻ്റെ ഇടയിൽ അത് റെസിപ്പി കാണിക്കുന്ന സമയത്ത് പറയാൻ വിട്ടുപോയതാണ്. മുട്ട വേവിച്ചിട്ട് നമ്മൾ ചെറിയുള്ളി, മുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളിയും കൂടി അരച്ചിട്ട് വെളിച്ചെണ്ണയിൽ ഞാൻ ഈ മസാല അരച്ചതൊന്ന് ഇട്ട് നന്നായിട്ട് പച്ചമണം പോയതിന് ശേഷം വേവിച്ച മുട്ടയും കൂടി അതിലോട്ട് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാമെന്നാണ് കേട്ടോ. മുട്ട മസാല ഉണ്ടാക്കിയത് അങ്ങനെയായിരുന്നു. പിന്നെ രസമൊക്കെ വെച്ചു ഒരു പാത്രത്തിലോട്ടൊക്കെ എല്ലാം മാറ്റിയിട്ട്
ചോറും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കറികളും രസം, ഇന്നലത്തെ സാമ്പാർ ചൂടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്, പയറുപ്പേരി, അതുപോലെ തന്നെ മുട്ട മസാലയാണ് ഇന്നത്തെ ഉച്ചക്കലത്തെ ഫുഡ് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് നമുക്ക് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കി അതുപോലെ കുക്ക് ചെയ്ത പാത്രത്തിൽ നിന്നൊക്കെ മാറ്റി ചെറിയ പാത്രത്തിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈകുന്നേരം പാത്രം കഴുകുമ്പോൾ നമുക്ക് കുറച്ച് സിമ്പിളായിരിക്കും. എന്താ വെച്ചാൽ വലിയ പാത്രങ്ങളൊക്കെ നമ്മൾ കഴുകിയതുകൊണ്ട് ചെറിയ പാത്രങ്ങളെ ഇനി കഴുകാനുണ്ടാവുള്ളൂ. എനിക്കിപ്പോൾ അങ്ങനെ തോന്നാറ് കേട്ടോ. വലിയ പാത്രങ്ങൾ കഴുകുന്നതിനേക്കാളും ചെറിയ ചെറിയ പാത്രങ്ങളാകുമ്പോൾ നമുക്ക് കുറച്ച് പെട്ടെന്ന് കഴുകി കഴിയും. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ തന്നെ തിരക്കാണല്ലോ, അപ്പോൾ ആ തിരക്കിൽ തന്നെ വലിയ പാത്രങ്ങളൊക്കെ കൊണ്ട് കഴുകി മാറ്റി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ട്രിപ്പ് പാത്രം കഴുകുന്ന സമയത്ത് കുറച്ച് ചെറിയ പാത്രങ്ങൾ കഴുകിയാൽ മതിയല്ലോ എന്നൊക്കെ ഉള്ള ആശ്വാസത്തിലാട്ടോ അങ്ങനെയൊക്കെ ചെയ്യണത്. അത് ഇപ്പോൾ കുറച്ച് റിസ്ക് ആണെങ്കിലും കുറച്ച് നേരം കഴിഞ്ഞിട്ട് കുറച്ച് പാത്രം കഴുകിയാൽ മതിയല്ലോ എന്നാണ് കേട്ടോ എൻ്റെ ഒരു മനസ്സിനെ ഞാൻ തന്നെ സമാധാനിപ്പിക്കാറ് കേട്ടോ. ഇപ്പോൾ അത് ആ പാത്രങ്ങളൊക്കെ എല്ലാം കഴുകി അതുപോലെ തന്നെ സിങ്കും കൂടി കഴുകി വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ കിച്ചണിലത്തെ പണി കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ കിച്ചണിൽ ഊണ് കഴിക്കാറുള്ള സമയത്തേ വരണ്ടു. ഇപ്പോൾ സമയമൊക്കെ ഒരു 10 മണിയൊക്കെ ആവുന്നേ ഉള്ളൂ. ആ സമയത്ത് എൻ്റെ ക്ലീനിങ്ങും കുക്കിങ്ങും രാവിലത്തെയും ഉച്ചക്കത്തെയും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചിലപ്പോൾ കുറച്ച് നേരം ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കും. എന്താ വെച്ചാൽ പയർ പൊട്ടിക്കുന്ന സമയത്ത് കുറച്ച് നേരം ഇരുന്നായിരുന്നു. പിന്നെ ഇവരൊക്കെ എഴുന്നേൽക്കുന്ന സമയത്ത് കുറച്ച് ഇവരെ ബെഡ് എടുത്ത് വെക്കാൻ അതുപോലെ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാനോ കാപ്പി കൊടുക്കാനൊക്കെ പോണ സമയത്ത് കുറച്ച് നേരമൊക്കെ ഞാൻ ഇരുന്നിട്ടുണ്ട്. എന്നിട്ടാണ് അതുമല്ല അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആപ്പത്തിനുള്ള മാവ് അരച്ചിട്ട് അതുകൂടി മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ലാസ്റ്റുള്ള പണിയാണ് ഒന്ന് അടിച്ചു വാരൽ. അടിച്ച് രാവിലെയും വൈകിട്ട് എന്തായാലും ഞാൻ അടിച്ചു വാരും, അതുപോലെ തന്നെ വൈകിട്ട് തുടയ്ക്കും ചെയ്യും കേട്ടോ. രാവിലെ തുടച്ചിട്ടും കാര്യമൊന്നുമില്ല. എന്നിട്ട് പിള്ളേർ സ്കൂളുള്ള ദിവസങ്ങളിൽ തുടച്ചാലും അവരെന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് പിന്നെ സന്ധ്യയ്ക്ക് വിളക്ക് വെക്കണ സമയത്ത് പിന്നെ നമുക്ക് അവർ ചീത്ത പറയേണ്ടിയൊക്കെ വരും. അതുകൊണ്ട് ഞാൻ വൈകിട്ടാണ് തുടയ്ക്കാറ്. രാവിലെ ഒന്നും അവരങ്ങനെ കടലാസും കാര്യങ്ങളൊന്നും ഇടില്ല. പക്ഷേ ഒരു ഉച്ചയ്ക്ക് ശേഷം അവർ കുറച്ച് വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ പേപ്പറും കാര്യങ്ങളൊക്കെ ഇടണം. അതുകൊണ്ട് ഞാൻ വൈകുന്നേരങ്ങളിലാണ് അധികം ദിവസങ്ങൾ അടിച്ചു വാരി തുടയ്ക്കാറ് കേട്ടോ. സ്കൂളുള്ള ദിവസങ്ങളിലാണെങ്കിലും ഞാൻ വൈകിട്ട് തന്നെയാണ് അധികം തുടയ്ക്കാറ്. എന്നെങ്കിൽ മാത്രമേ രാവിലെ തുടയ്ക്കാറുള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ കുളി കഴിഞ്ഞിട്ടാണ് എല്ലാ പണികളും ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് പണികൾ കുളി കഴിഞ്ഞിട്ട് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു മുഷീണ പോലെ തോന്നുമല്ലോ. അതുകൊണ്ട് ഞാൻ വൈകിട്ട് തുടയ്ക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ വൈകിട്ട് നമ്മൾ എന്തായാലും സന്ധ്യയ്ക്ക് മേല് കഴുകുമല്ലോ. അതുകൊണ്ട് എനിക്ക് എല്ലാ പണികളും കഴിഞ്ഞ് വൈകുന്നേരം അടിച്ചു വാരി തുടച്ചിട്ട് ഞാൻ അങ്ങനെ പോയി മേല് കഴുകാണ് കേട്ടോ ചെയ്യാറ്. ഇപ്പോൾ എല്ലാവരുടെയും കുക്കിങ്ങും കഴിഞ്ഞ് കുട്ടികളൊക്കെ നീറ്റിട്ട് അതുപോലെ അവരുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർ ഫുഡൊക്കെ കഴിച്ച് ഒരു ഭാഗത്ത് ഇരിക്കുന്നുണ്ട്. ഞാൻ പിന്നെ ബാക്കിയുള്ള അലക്കാനുള്ള തുണികൾ ഇങ്ങനെ റൂമിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇവർ കുളിച്ചതും തോർത്തോളും ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അടിച്ച് വരുന്ന സമയത്താണ് ഞാൻ എല്ലായിടത്തുള്ള തുണികളൊക്കെ എടുത്തിട്ട് ബാക്കിയുള്ള തുണികളും കൂടി ഇട്ടിട്ട് വാഷിംഗ് മെഷീൻ ഓണാക്കാറ്. അപ്പോൾ ഞാൻ പിന്നെ വെറുതെ ഇരിക്കുകയാണല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ ഒന്ന് തോരിടേണ്ട പണി മാത്രമേ ഉണ്ടാവാറുള്ളൂ കേട്ടോ. അപ്പോൾ അതപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. എൻ്റെ രാവിലെ മുതൽ കുക്കിങ് അതുപോലെ ഉച്ചയ്ക്കത്തെ കുക്കിങ് ക്ലീനിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഡീറ്റെയിൽഡ് റെസിപ്പിയൊന്നും ഞാൻ അതിൽ അങ്ങനെ പറയുന്നില്ല. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. രസം, പയറുപ്പേരി, അതുപോലെ പുട്ടും കടലക്കറിയും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണതായതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ഡീറ്റെയിൽഡായിട്ട് റെസിപ്പീസ് ഒന്നും പറയാതിരുന്നത്. അപ്പോൾ അങ്ങനെ സംസാരിച്ച് പോയത് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ രാവിലത്തെ അടിച്ചുവാരലും അതുപോലെ തന്നെ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. അപ്പോൾ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്നെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യണ എല്ലാവരോടും തന്നെ ഒത്തിരി നന്ദിയുണ്ട്. ഇതുപോലെ തന്നെ ഇനിയുള്ള വീഡിയോസ് കണ്ടിട്ടും സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ എല്ലാവരോടും ചോദിക്കാനാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി വീണ്ടും ഒരു അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ, എങ്ങനെയുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് ഇഷ്ടം. ക്ലീനിങ് വീഡിയോ ആണോ, കുക്കിംഗ് വീഡിയോ ആണോ, അല്ല വേറെ എന്തെങ്കിലും രീതിയിലുള്ള വീഡിയോസ് ആണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അതോടെ ചെയ്യാം കേട്ടോ.